ഇന്ന് രാത്രി ഒരിക്കൽ കൂടി സൊദോമിൻ്റെയും ഗോമറയുടെയും മേൽ ഞാനൊരു ഉന്മൂലനാശം വരുത്തിയതുപോലെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാനൊരു ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ മടങ്ങി വന്ന് ഇസ്രായേൽ ദേശം നിങ്ങളുടെ കരങ്ങൾ തന്നു. ഇസ്രായേൽ, എന്നിട്ടും എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിച്ചില്ല. അതുകൊണ്ട് നിന്നോട് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇത് വരാൻ പോകുന്നത് ഒരന്തിമ യുദ്ധത്തിൽ. ഇന്ന് ഈറ്റ്നോവിൻ്റെ ആരംഭമായി ഇതിവിടെ നിൽക്കുന്നു. ഇപ്പോൾ മിസ്റ്റർ ട്രംപ് വന്നിട്ടുണ്ട്. ലെബനോനുമായിട്ട് ആദ്യത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഈ ക്രിസ്മസോടുകൂടി ഇപ്പോൾ ഇസ്രായേൽ ഹനൂക്ക ഫെസ്റ്റിവൽ നടക്കുക. യാഗപീഠത്തിൽ ചുവന്ന പശുക്കളെ അറുത്തുകൊണ്ട് അവർ യാഗത്തളി ആചരിക്കുക. ഇതിൻ്റെ നടുവിൽ ഹമാസ് ആ ബന്ദികളെ വിട്ടുകൊടുത്താൽ ഒരു കരാറിലോ പോപ്പെട്ട് വെടിനിർത്തലിന് അഥവാ താൽക്കാലിക സമാധാനം വരും. പക്ഷേ ഇത് തീരത്തില്ല. ഇത് അന്തിമ യുദ്ധത്തിലേക്കുള്ള വഴികൾ അടുത്ത ദിവസങ്ങളിൽ ഇതായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു യുദ്ധം നടക്കണമെങ്കിൽ എല്ലാ പട്ടാളക്കാരും ഇസ്രായേലിലെത്തണം. അതിനാസ്പദമായി ചില വഴികൾ ഇപ്പോൾ ഒരുങ്ങുന്നു. 3 വാക്യവും ഒരു കൺക്ലൂഷന് പറയുമ്പോൾ ഇന്ന് രാത്രി, ബാക്കി നാളെ. യുദ്ധം നടക്കണമെങ്കിൽ എല്ലാവരും ഒരു പാത വഴി എത്തണം. അതിനാസ്പദമായി വരുന്നു ചൈനയുടെ സിൽക്ക് പാത. വായിക്കാം. യെശയ്യാ പ്രവചനം 49 അധ്യായം അതിൻ്റെ 12 വാക്യം. ചൈനയുടെ സിൽക്ക് പാത വായിക്കാൻ മുന്നേ നമ്മൾ വായിച്ചിട്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം. ഇതാ ഇവർ ദൂരത്ത് നിന്ന്, ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സീനീം ദേശത്തു നിന്നും വരുന്നു. സീനീം ദേശമായ ഇന്നത്തെ ചൈന, ട്രിവാൻഡ്രം, തിരുവനന്തപുരം, ബാംഗ്ലൂർ, ബെംഗളൂർ, ചെന്നൈ, മദ്രാസ്, അതുപോലെ സിനിമ, ചൈനയുടെ സിൽക്ക് പാത. അതിൻ്റെ പ്രൂഫ് ഞാൻ പിള്ളേരോട് എടുത്തു വെക്കാൻ പറഞ്ഞു. ട്യൂട്ടോറിൽ പോയതുകൊണ്ട് എനിക്കും നല്ല ഓർമ്മയില്ല. സ്വോത്രം ഇവിടുത്തെ വഴി പോലും മറന്നുപോയി. ജേക്കബ് ജോണിനെ വിളിച്ചിട്ട് പിന്നെ വഴി കിട്ടി. എൻ്റെ പെൻഡ്രൈവ് ഇപ്പോൾ അത്രയും വർക്ക് ചെയ്യുന്നില്ല സണ്ണി പാസ്റ്റർ. സ്വോത്രം അത് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ചൈനയുടെ സിൽക്ക് പാത എൻ്റെ തെളിവ് എൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടക്കം ഇതാ. ഇനി വളരെ നാട്ടുകാരും കേൾക്കാം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മുടെ രാഹുൽ ജി ഒരു യാത്ര പോയി. ഭാരത് ജോഡോ. കന്യാകുമാരി കഴിഞ്ഞ് കാശ്മീർ എത്തുമ്പോൾ ഒരു സൂപ്പർ ഹൈവേ ഉണ്ട്. അതിൻ്റെ പേരാ കാറക്കോണം ഹൈവേ. അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ, അത് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനും ചൈനയായിട്ടും ബോർഡറുണ്ട്, ഇന്ത്യയായിട്ടും ബോർഡറുണ്ട്, പാകിസ്ഥാനും ബോർഡറുണ്ട്. അഫ്ഗാൻ കഴിഞ്ഞാൽ അടുത്തവൻ്റെ പേരാ ഇറാൻ. ആ ഇറാനും ഇറാഖിനും സകല ഗൾഫ് രാജ്യങ്ങളും ബോർഡറുണ്ട്. ഇറാഖിൻ്റെ അടുത്തൊരു നദിയുണ്ട്. ആ നദിയുടെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിൻ്റെ അക്കരെ ഒരു സ്ഥലമുണ്ട് തുർക്കി. തുർക്കിയുടെ സൈഡിൽ കൂടെ കയറിയാൽ സിറിയ. സിറിയയിലെ ഗോലാങ്കുന്നിൽ കൂടെ ചെന്നിറങ്ങിയാൽ യെരുശലേമിൻ്റെ മണ്ടയ്ക്കിറങ്ങാം. കര ഉയർത്തുന്നവർക്കായി. എത്ര ക്ലിയറാ ചൈനയുടെ സിൽക്ക് പാത, എത്ര നമ്മുടെ ബൈബിൾ. ഇതോ അവർ തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിനീം ദേശത്ത് നിന്ന് വരുന്നു ചൈനയുടെ സിൽക്ക് പാത. അപ്പോൾ ഇന്നത്തെ ഇസ്രായേൽ ആരായിരിക്കും? യെശയ്യാ പ്രവചനം 19, 23, 24. ഇന്നത്തെ ഇസ്രായേൽ ആരായിരിക്കും? വായിക്കാം. അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശ്ശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അറബ് ലീഗ് എല്ലാവരും ഒരുമിക്കും. ഇത് താൽക്കാലികമായിട്ട് ഇവരെല്ലാം ഇസ്രായേലിലൂടെ ഞങ്ങളുണ്ടെന്നൊക്കെ പറയുന്നതാ. ഇടയ്ക്ക് കട്ടൻ ചായ കുടിക്കാൻ ഇവരെല്ലാം അങ്ങ് മാറും. അന്ന് മിസ്രൈം അശൂര്യരുമായി ഇന്നത്തെ ഈജിപ്റ്റ്, സിറിയ, 57 OIC ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുമിക്കും. അടുത്ത വായിച്ചിട്ട് മോളെ. അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമ്യർ അശൂരിലേക്കും ചെല്ലും. ഏശാവിൻ്റെ മക്കളെല്ലാം യവനെതിരെ ഒരുമിക്കും. ഇതിവിടെ തുടങ്ങിയത് അടിയല്ല. ഇത് അവറാച്ചാൻ്റെ വീട്ടിൽ തുടങ്ങിയ അടിയ. 1 ഇസഹാക്കും ഇസ്മായേലും. 2 ഒരമ്മയുടെ ഉദരത്തിൽ 2 മക്കളുണ്ടായിരുന്നു, ഏശാവും യാക്കോബും. 3 ഒരു സെമി ഫൈനൽ നടന്ന് ഏലാത്താഴ് വരെ ദാവീദും ഗോലിയാത്തും. ഇനി ഒരു ഫൈനൽ നടക്കും. അതാ 3ാം ലോകമഹായുദ്ധം. യഹോശാഫാത്ത് ക്ലിയർ ആക്കി തരാം. താണ്ട് അറബ് ലീഗ് എല്ലാം ഒരുമിക്കുമെന്ന്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അന്നാള് ആരാധന കഴിക്കും. അതിന്റെ പേരായി അറബ് സബ്മിറ്റ് ഉച്ചകോടി എന്ന് പത്രത്തിൽ വായിക്കുന്നത്. വീണുപോയ ഏശാവിന്റെ കൂടാരങ്ങളെല്ലാം ഒരുമിക്കും. സൗദി ചേർന്നു, ഇറാൻ ചേർന്നു, ബാക്കി എല്ലാം ഞാൻ പറഞ്ഞുതരാം. അടുത്ത വാക്ക്. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി ആയിരിക്കും. താണ്ടേ ഇസ്രായേലിന്റെ മിസൈൽ പരീക്ഷണം. അജി ബ്രദറും അതുപോലെ തന്നെ നമ്മുടെ ജോൺ ജാക്കബും ക്ലിയർ ആയിക്കോണം. ഇസ്രായേലിൻ്റെ മിസൈൽ പരീക്ഷണം ലോകത്തെ മുൾമുനയിൽ നിർത്തി. 14,500 കിലോമീറ്ററുള്ള മിസൈലായി അവൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെന്തോ വേണം? സ്വോത്രം. അമേരിക്കയിലെ മൻഹാട്ടൻ മുതൽ കന്യാകുമാരി വരെ വീഴാൻ 14,500 കിലോമീറ്റർ നീളമുള്ള മിസൈൽ ഇരിക്കുകയാണ്.
മിസൈൽ പരീക്ഷണം. ലോകം ഞെട്ടിയെന്ന്. സ്വോത്രം. ഇന്ത്യക്കാരടക്കി പ്രൈസലോടും പറഞ്ഞിട്ടുണ്ട്, കൈവച്ചേക്കാം. സ്വോത്രം. നമ്പർ 1 അതുകൂടെ കേട്ടോളാം. 2 അത്തി തളിർത്തു കൊമ്പിളതായി. ഇസ്രയേൽ UAE യാത്രാവിമാനം ഒരറബ് രാജ്യത്തുനിന്ന് പണ്ട് ടെല്ലവീവി ഒറ്റ എണ്ണത്തിനും കയറ്റിപ്പെടത്തില്ല. ഇസ്രയേലിൽ പോകണമെങ്കിൽ മലയാളി അച്ചായന്മാരും അമ്മാമ്മമാരും ഈജിപ്തിൽ ഇറങ്ങി ബസ്സിൽ കയറി ഫുട്ബോളിൽ പോകണം, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അല്ലെന്നുണ്ട് ജോർദാനിൽ പോകണം. അന്തക്കാലം മുടിഞ്ഞാ ചയ്യ. ഇന്ന് കാശെ കൊടുത്താൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി ദുബായി ഇറങ്ങാം, അവിടുന്ന് ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് നേരെ ടെല്ലവീവ് എമിറേറ്റ്സ്, മനസ്സിലാകുന്നവർക്കായി. ഇത്തിയാദ് വേറെ, അത് കഴിഞ്ഞ് ഫ്ലൈ ദുബായ് വേറെ, അത് കഴിഞ്ഞ് ഗൾഫ് എയർ വേറെ. കൊണ്ടുവന്നത് ആര്? അബ്രഹാം അക്കോട്. കൊണ്ടുവന്നത് ട്രംപ്. സ്വോത്രം. ഒരു അറബ് രാജ്യത്ത് കൊടി ഉയർത്താൻ പറ്റുമായിരുന്നു. സ്വോത്രം. ദുബായിലോട്ട് ചെന്ന് നോക്ക്. ഇപ്പം എന്താ ക്രിസ്മസിൻ്റെ സ്റ്റാറാ. സ്വോത്രം. പണ്ട് 5 കാലേ ഉള്ളായിരുന്നു. കഴിഞ്ഞ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനകത്ത് ഇസ്രയേലും അത് കഴിഞ്ഞിട്ട് UAE-ക്കാരുമായി കൈ കൊടുത്തപ്പോൾ ഇസ്രായേൽ പറഞ്ഞ് 6 കാല് വേണമെന്ന്. ഇപ്പം 6 കാല് ഉയർത്താം, മനസ്സിലാകുന്നവർക്കായി. ഇസ്രായേലിനെ അംഗീകരിച്ചു. അത്തി തളിർത്തു കൊമ്പിളതായി. ഒറ്റ പാസ്പോർട്ടും വേണ്ട, അറബികൾക്കെല്ലാം അവിടെ പാം. അന്നേരം ഓൺ വിസ. അത്തി തളിർത്തു കൊമ്പിളതായി. പണ്ടേതെങ്കിലും അറബ് എയർപോർട്ടിൽ ചെന്ന് ഇസ്രായേലിൻ്റെ പാസ്പോർട്ടിൻ്റെ സീൽ കണ്ട കല്ലി പറ, നീ പുറത്തേക്കാൻ പറയും, നിനക്ക് ഒരു യോഗ്യതയില്ലെന്ന്. സ്വോത്രം. അതുകൊണ്ട് പല പാട്ടുകാരും നമ്മുടെ പണ്ടിവിടെ ഒരു പാട്ട് പാടിയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ലജ്ജാവതി പാടിയ. പുള്ളിക്ക് പോലും പോകാൻ പറ്റിയില്ല. എന്തോ പേര് മറന്നുപോയി. നല്ലൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, ആ പാട്ട് പാടിയ. അവൻ്റെ അപ്പൻ്റെ പേരിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. സ്വോത്രം. കണ്ടോ? അടുത്തത് ഇന്ത്യ ഇസ്രായേൽ അത്തി തളിർത്തു. ബറാക്ക് 8 മിസൈൽ. ഇതൊന്ന് ലൈവിൽ കൊടുക്കണേ മോനെ. ഇതാ ഇടയ്ക്കത് തുമ്പേന്നാം അച്ഛനൂടെ കണ്ടാട്ട്. ബറാക്ക് 8 മിസൈൽ ഇന്ത്യ ഇസ്രായേൽ. ബൈബിൾ അത്ര ക്ലിയർ. പിന്മഴയുടെ കാലത്ത് നീ യഹോവയ്ക്ക് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണർന്നേക്കാം. മിസൈലാ. ഇന്ത്യ ഇസ്രായേൽ എന്താ നമ്മുടെ തിരുവനന്തപുരത്ത് റെഡിയാക്കുന്നത്. ശരിയായോ? പ്രവചനം നിവർത്തിയായോ? അത്തി തളിർത്തു കൊമ്പിളതായി. അവനില്ലാത്ത ഒരു പരിപാടി ഉണ്ടോ അമ്മാമ്മേ? ഇന്ന് എല്ലാവരും കേൾക്കണം. കള്ളിമൂടുകാർ. പണ്ട് നിങ്ങളുടെ തൊട്ടടുത്തല്ലേ തിരുവനന്തപുരം എയർപോർട്ട്. ശംഖുമുഖത്ത് പ്ലെയിൻ വരുമ്പോൾ കാലാവസ്ഥ പ്രതികൂലം, പ്ലെയിൻ കോയമ്പത്തൂരിന് തിരിച്ചു വിട്ടു, കൊച്ചി തിരിച്ചു വിട്ടു. അന്തകാലം മുടിഞ്ചാച്ച്. ഇന്ന് അമ്മണി സിസ്റ്റർ ശ്രോത്രം ഹല്ലേലൂയ മത്തിത്തല ശരിയാക്കാൻ ഇരിക്കുമ്പോൾ മുരിങ്ങയുടെ ചവിട്ടി കാക്ക പറക്കുന്നത് പോലെ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുന്നു. യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഓറഞ്ചും വന്നിട്ട് ഒരു കാര്യമില്ല. റൺവേ മുഴുവൻ ടെക്നോളജി ഇൻസ്ട്രുമെന്റേഷൻ. ഇസ്രായേൽ. മനസ്സിലാകുന്നവർ അത്തി തളിർത്തു. സ്വോത്രം. ആറാട്ടുപുഴ IPC അവിടെ ഇരിക്കുന്നുണ്ട്. ആറാട്ടുപുഴ IPCയിലെ ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയറായി. അത് എന്നോട് ചോദിച്ചു, പാസ്റ്റർ 2 ദിവസം മുറ്റത്ത് പ്രസംഗിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, തട്ടുംപുറമായാലും വേണ്ടിയല്ല, കുഴപ്പമില്ല. സ്വോത്രം. നമുക്ക് മൈക്ക് കിട്ടിയാൽ പോരെ. സ്വോത്രം. അപ്പോൾ പറഞ്ഞ് ക്ഷമിക്കണം, ഞങ്ങളുടെ ചില പ്രാസംഗികർ 1000 പേര് കൂടുവോ, ആരാ സൗണ്ട് ലൈവോ. ഞാൻ പറഞ്ഞു എല്ലാം കർവ് ആപ്പസിയാന്ന് പറഞ്ഞു. സ്വോത്രം. ഇത്രയും ഓർത്താൽ മതി. സ്വോത്രം. ഇവനെല്ലാം പെരുവഴി ആയില്ലയോ. കർത്താവ് വടിയെടുത്ത് സണ്ണി സാറെ തുടക്കമായതേ ഉള്ളൂ. 2025 ഞാൻ ഒരു പ്രവചന ഭാഷയെ പറയാം, കല്ലും നെല്ലും ദൈവം തിരിച്ചു തരും. സ്വോത്രം. അതുകൊണ്ടാണ് കുറേ നാളായിട്ട് യവന്മാരെല്ലാം കാട്ടാക്കടയും വെള്ളറുടെയും കണ്ടലയും കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. ഇപ്പം യവനൊക്കെ ആരാണ് സ്വർഗം വെളിപ്പെടുത്തുക. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഭയങ്കര നല്ല കൺവെൻഷൻ. പുള്ളി എന്നോട് പറഞ്ഞ് ഒരു 250 പേരെ കിട്ടുമെന്ന്. ഞാൻ പറയും 100എങ്കിലും കിട്ടിയാൽ മതിയെന്ന്. സ്വോത്രം. അവിടെ ചെന്നപ്പോൾ ഉള്ള മർത്തോമാക്കാർ CSIക്കാർ 400 പേര് മുറ്റത്ത് കൺവെൻഷൻ. സ്വോത്രം. 2 ദിവസമേ ഉള്ള നല്ല കൺവെൻഷൻ. ഞാൻ ഈ ഇസ്രായേലിൻ്റെ ചരിത്രം ഒന്ന് പ്രസംഗിച്ചു. രാത്രി തിരിച്ചു വന്നപ്പോൾ എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണം. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഇന്ത്യൻ കരസേനയിലെ വയർലെസ് ഓപ്പറേറ്റർ, കാശ്മീരും പഞ്ചാബും ബോർഡറിനകത്ത്. അദ്ദേഹം എന്നോട് പറഞ്ഞ, എൻ്റെ പാസ്റ്ററെ പറയുന്നത് മടിക്കണ്ട, പണ്ടത്തെ വയർലെസ് സംവിധാനം മുഴുവൻ നാട്ടുകാരെയായിരുന്നു. ഈ മോഡി സാർ അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് പെഗാസസ് സോഫ്റ്റ്വെയർ. അതുകൊണ്ട് കാശ്മീരിനപ്പുറത്ത് പാകിസ്ഥാനി ഒരുവൻ കിയോ പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സാറ്റലൈറ്റ് നമുക്ക് അപ്പം തരുമെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. തീർന്നില്ലേ? അത്തി തളിർത്തു കൊമ്പിളതായി. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ നമ്മുടെ പ്രിയങ്ക ഗാന്ധി, വയനാട്ടിൽ നിന്ന് ജയിച്ച പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് വരെ അവൻ ചോർത്തി കൊടുത്തു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അത്തി തളിർത്തു കൊമ്പിളതായി. കണ്ടോ? കേരളത്തിലായാലും ഇന്ത്യയിലായാലും സകല കണ്ടുപിടുത്തം യഹൂദൻ്റെ. ഇതുകൂടെ കേൾക്ക്, നാട്ടുകാരൂടെ കേൾക്കട്ടെ, രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ. കാർഗിൽ യുദ്ധം ആരുടെ തോക്കെടുത്ത് അടിച്ച? അമേരിക്കയുടെ അല്ല, ഇസ്രായേലിൻ്റെ തോക്ക്. അതിൻ്റെ പേര് ടൈവർട്ടാർ 21. പത്രം വായിക്കണം. അന്നമ്മ മറിയാമ്മ ചാടിയതല്ല. കാർഗിൽ യുദ്ധത്തിൻ്റെ മനോരമേൻ്റെ വരുന്നതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ തോക്കാ ഇന്ത്യയെ രക്ഷിച്ചത്. ഇന്നുമുണ്ട് തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ടൈവർട്ടാർ 21. യെശയ്യാ പ്രവചനം 54. തീക്കൊള്ളി പോലെ ഒരായുധം നിന്റെ കൈ
കയ്യിൽ തരും. അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ തരും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നാളെ പാകിസ്ഥാൻ കയ്യാലമാന്തം വന്നില്ലേ? മനസ്സിലാകുന്നവർക്കായി നാട്ടുകാർ കേൾക്കണം. ഇതാ ഭരണകൂടം. പാകിസ്ഥാൻ കയ്യാലമാന്തം വന്നു. ഇന്ത്യ പറഞ്ഞ് മര്യാദയ്ക്ക് നിൽക്കാൻ. അന്ന് ആ പാകിസ്ഥാൻ്റെ പാലാക്കോട്ട് മുഴുവൻ തകർത്തു. അതാ പ്രധാനമന്ത്രി ഇങ്ങനെ നിന്ന് കർത്തമുത്ത് കാണുന്ന പോലെ കണ്ടത് പാകിസ്ഥാനെ അടിക്കുന്നത്. സ്വത്രം. ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് അത്തി തളിർത്തു കൊമ്പിളതായി. അടുത്തത് ഇവിടെ കേട്ടാട്ട് കഴിഞ്ഞ കോവിഡ് കാലം ചൈനക്കാരൻ നമ്മുടെ കയ്യാലമാന്തം വന്നു. 45 ചൈനക്കാരിൽ ഇന്ത്യക്കാർ തട്ടിക്കളഞ്ഞത്. സ്വത്രം. ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞു കൈകാര്യം ചെയ്യുന്നു. നമ്മുടെ ചായ കുടിക്കുന്ന ഇന്ത്യയുടെ ചായ കുടിക്കുന്ന ഒറ്റ രാഷ്ട്രങ്ങൾ സണ്ണി സാറെ മിണ്ടിയില്ല. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയെ തൊട്ടാ നീ വിവരം അറിയുമെന്ന്. സ്വത്രം. അത് കണ്ടിട്ടല്ലയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, അമിത്ഷാ, അത് കഴിഞ്ഞ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി സ്വത്രം രാജ്നാഥ് സിംഗ്, ഇവർ 3 പേരോട് പറഞ്ഞില്ല മര്യാദയ്ക്ക് നിന്നില്ലേ അടി കിട്ടുമെന്ന്. മനസ്സിലാകുന്നവർക്കായി പുറകെ ആളുണ്ട്. ഇന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റ രാജ്യങ്ങൾ ഇസ്രയേൽ ഇന്ത്യയോട് കയ്യാലമാന്താത്തത്. അന്ന് ചൈനക്കാരുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ ഇന്ത്യ റോഡ് വെട്ടി ലഡാക്കിൽ നിന്ന് വിമാനത്താവളവും കൊണ്ടുവന്ന്. മനസ്സിലാകുന്നവർക്കായി നാട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിലും ബൈബിൾ ശരിയായി അത്തി തളിർത്തു കൊമ്പിളതായി വേനലെടുത്തു. നാട്ടുകാരുടെ കേൾക്കട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ. ലോകത്തിലെ ഏത് പ്രധാനമന്ത്രി വന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വൈകിട്ടേ കട്ടൻ കാപ്പി കുടിക്കൂ. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ ഞങ്ങൾ ഓടുന്ന പോലെ ഓടുക. പാസ്റ്റർമാർ കെട്ടിപ്പിടിക്കുന്ന പോലെ എയർപോർട്ടിൽ ചെല്ലുക. അവിടെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. മേരാ ബായി ആകെയാ കറിയാച്ചാനും തോമാച്ചാനും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് നമ്മുടെ സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലതു ഭാഗത്തിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞു ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നത് ഇന്ത്യ നിർത്തണം. രഹസ്യമായി പെരുമ്പൂരിൽ നിന്ന് ഇന്നത്തെ അടിക്ക് ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ പ്രവചനം നിവർത്തിയായി അത്തി തളിർത്തു കൊമ്പിളതായി. ദുബായ്ക്കാരൻ്റെ വിമാനം, അബുദാബിയുടെ വിമാനം, ഷാർജയുടെ വിമാനം, ഗൽഫയറിന്റെ വിമാനം ടെൽ-അവീവ് എയർപോർട്ടിൽ ഇറങ്ങിയെങ്കിൽ ദൈവവചനം നിവർത്തിയായി. അബ്രഹാമിന്റെ ഉടമ്പടി നിവർത്തിയായി. ബറാക് ഒബാമ ഹല്ലേലൂയ ഇസ്രയേലിനെ തള്ളിയപ്പോൾ ട്രംപിനെ കൊണ്ടുവന്ന് അറബ് രാജ്യങ്ങളുമായി കരാർ ഒപ്പുവെച്ചെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം താമസം വിന ഇതിന്റെ പിൻപിൽ യഹൂദൻ ഒരു ദേവാലയം വരാൻ പോകുന്നു. എന്റെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗങ്ങൾ ട്രംപ്, എലോൺ മസ്ക്, ഇന്നത്തെ ഇന്ത്യൻ നരേന്ദ്രമോദി സാറ്, ബെഞ്ചമിൻ നെതന്യാഹുവും കരം കൊടുക്കുമ്പോൾ ജനുവരിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഫോട്ടോ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നു. കരം കൊടുക്കുമ്പോൾ താമസം വിന യഹൂദന് വേണ്ടി ഒരു ദേവാലയം പണിയാൻ കാലമായി പിൻപിൽ ട്രംപ് വരുന്നെങ്കിൽ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം 2 ദേവാലയം ഭൂമിയിൽ ഉണ്ടാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ട്രംപ്, മോഡി സാറ്, മൈക്രോചിപ്പിന്റെ എലോൺ മസ്ക്, ബെഞ്ചമിൻ നെതന്യാഹു ഒരുമിച്ച് ഇസ്രയേലാകുന്ന അത്തി തളർത്ത് ഒരു ദേവാലയം വരുന്നതിന് മുമ്പ് കള്ളിമൂട്ടിൽ നിന്നൊരു കൂട്ടമെടുക്കപ്പെടും. യേശുവിന്റെ ചാങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറാ. ഇന്ന് രാത്രി കള്ളിമൂട്. ഇന്ന് രാത്രി കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്വത്രം. സൂര്യർ മിസ്രൈമിയുടെ ഒരു ആരാധന കഴിക്കും. മക്കളെ, അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. 2 ഭാഗം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഇറാഖിൽ ഒരു നദിയുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അത് പറ്റുന്നു. നമ്മൾ വായിച്ചാട്ടെ. വെളിപ്പാട് 16-12 എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. ബൈബിൾ പഠിച്ചുകൊണ്ട് ഇറങ്ങാം. അതുകൊണ്ടാണ് ഞാൻ വാക്യം വായിക്കുന്നത്. ഞാൻ കാണാൻ പറയാമെങ്കിലും പറയാം. ആ യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു. അപ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് യൂഫ്രട്ടീസിലെ അതിലെ വെള്ളം വറ്റിപ്പോയി. മനസ്സിലാകുന്നവർക്കായി പാസ്റ്റർമാരുടെ മൊബൈൽ ഗുഡ് ന്യൂസ് കാണണം. കല്യാണാലോചനയില്ല, എല്ലാ ഗുഡ് ന്യൂസിലും വന്നു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. ചൈനയുടെ സിൽക്ക് പാത വഴി ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ, ഇറാഖിൽ കൂടെ നേരെ കയറി അക്കരെ കയറുന്ന നദിയാണ് യൂഫ്രട്ടീസ്. അത് പറ്റുന്നു. നമ്പർ 1, അവിടെ നിന്ന് വെള്ളം കുറയുന്നു. 2, തുർക്കി ഒരു ഡാം പണിയുന്നു. ആ ഡാമിൻ്റെ പേരാണ് നിങ്ങളുടെ ഗൂഗിൾ അടിച്ചാൽ കിട്ടും. അറ്റട്ടാർ ഡാം, അഥവാ നമ്മുടെ നെയ്യാറ് ഡാം തടഞ്ഞു നിർത്തിയോള്. ഇറാഖിലേക്കുള്ള വെള്ളത്തെ തുർക്കി തടയുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റുന്നെങ്കിൽ ആ പാത വഴി ഒരന്തിമ യുദ്ധത്തിൻ്റെ ചാലിന് വേണ്ടി വഴികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി സണ്ണി സാർ പറഞ്ഞത് തന്നെ അവസാനിപ്പിക്കാം. എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിക്കാൻ
ഇനി കാലമധികമില്ല, വരുവാനുള്ളവൻ വരും. ഈ സത്യവചനം കേട്ടിട്ട് ഇതുവരെ രക്ഷയിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമക്കളെ, ഇന്നത്തെ മീഡിയയും ഞങ്ങളുടെ ബൈബിളും പ്രസംഗവും ഒത്തു നോക്കുക. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞങ്ങൾ കള്ളിമൂടിനോട് പറയുന്നു, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 കാലില്ല, 1.5 2 ഏകനാമം. தாயே தகர்ப்பரே தம்பி தங்கச்சி, இந்த அருமையான செய்திகளை இந்த நாட்களில் கேட்டுட்டு எங்க கூட போக முடியாது. இந்த கன்வென்ஷன் கூட்டங்களோட முதலாவது இரவு எங்க உட்கார்ந்து ஒரு பக்கத்தில் இருக்குங்க, நெஞ்ச கையை கொடுத்து கூப்பிக்கொண்டு ஆண்டவரின் வல்லமை ஏற்றெடுத்துக்கொண்டு இந்த நாட்களில் பேசுகிறது, இயேசு என் ரட்சகன், இயேசு என் கர்த்தன், இயேசு രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഉൻ പേർ ജീവ പുസ്തകത്തിലെ ഓടുത്. ആ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ, കള്ളിമൂട്ടിൽ വീട്ടിനകത്തോ റോഡിനകത്തോ ഇരിക്കുന്ന മക്കള്, ഇതൊരു സംഘടനയുടെ പ്രസംഗമല്ല, ഇതൊരു ഹല്ലേലൂയ പ്രസ്ഥാനത്തിൻ്റെ പ്രസംഗമല്ല. നിന്നെ നിത്യതയിലെത്തിക്കുന്ന വചനം ഏറ്റെടുത്തുകൊണ്ട് പുണ്യസ്ഥലങ്ങൾ തേടണ്ട, ഉരുളലുകൾ നടത്തണ്ട, സ്വോത്രകാഴ്ചകൾ വാരി എറിയണ്ട. മാതാവേ, പിതാവേ, ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, വഴിയോരത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന യുവാവേ, കാലം തീരാറായി. രാത്രി നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉന്നതം വെടിഞ്ഞ് താഴേക്കിറങ്ങി വന്ന് 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊട്ടേറ്റ് പറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി അവസാന ഭാഗങ്ങളിലേക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ബാക്കി നാളെ മത്തായി 7:24-25 ഷാർപ്പ് ടൈം അവസാനിപ്പിക്കും. മത്തായി 7:24-25 കുഞ്ഞു വായിച്ചാട്ടെ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. അടുത്ത വായിച്ചാട്ടെ മോളെ. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. 1 മിനിറ്റ് ബ്രേക്ക്. അടുത്തതൂടെ വായിക്കണം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ അവൻ വിടുവിച്ചു. ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ട് ദൈവസഭ വീഴുന്നതിന് മുമ്പ് കാന്തൻ്റെ കാഹളം മധ്യാകാശത്തിൽ. കള്ളിമൂട് ഈ ഭാഗത്ത് എത്ര ഞാൻ പ്രസംഗിച്ചെന്ന് എനിക്കറിയത്തില്ല, ഇതൂടെ ബാക്കിയുള്ളായിരുന്നു. ജോസ് പാസ്റ്റർ അതുകൊണ്ടായിരിക്കും വിളിച്ച സ്വത്രം. ഇതൂടെ അങ്ങ് തീർക്കാം. അത് കഴിഞ്ഞിട്ട് ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അടുത്ത വാക്യം കൂടെ മോളൂ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. മണലിന്മേൽ വീട് പണിഞ്ഞ മനുഷ്യനെ പോലെ. വായിച്ചാട്ട് മോളെ. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. സത്യവചന നാളുകളായി കള്ളിമോട്ടിലും ഈരാലിൻ കൊടുത്തു, ഇവിടെ കിളിയൂരും അതിനോടനുബന്ധിച്ച് ചെമ്പൂരും വെള്ളറുടെയും മുട്ടച്ചലും കൊടപ്പനമൂടും പടപട ബ്ലാമ്പഴഞ്ഞിയിലും എല്ലാം പ്രസംഗിച്ചിട്ട് ഇതുവരെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് ലോകത്തിന്റെ ഭോഗങ്ങളിൽ നിൽക്കുന്ന സഹോദരാ, നീ വീഴാൻ കാലമായി. മടങ്ങി വാ. ഇതാ വാതിൽക്കൽ ഒരുവൻ വന്ന് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മുട്ടുന്നു. ഈ ദൈവശബ്ദം കേട്ട് ഇന്ന് രാത്രി താങ്കൾ വാതിൽ തുറക്കുമോ? മലയാളത്തിലൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാക്കി നാളെ. മക്കളെ, നമ്മുടെ നെയ്യാർ ഡാം വരുന്ന വഴി ഇവിടെ മണ്ഡപത്തിൻ കടവ്, നാടൻ കഥ. നല്ലൊരു മരമിരിക്കുന്നത്, മരത്തിനകത്ത് 2 കൂട്ടനുണ്ടായിരുന്നു. ഒന്നേ നല്ല കുരങ്ങനുണ്ടായിരുന്നു, മേളേ കൊമ്പിൽ കുരുവിയും ഉണ്ടായിരുന്നു. കുരങ്ങൻ്റെ വീട്ടിൽ വൈകിട്ട് പാട്ടും നൃത്തവും സീരിയലും, കുരുവിയുടെ വീട്ടിൽ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. അങ്ങനെ ഇരുന്നപ്പോൾ 2018 പ്രളയത്തിനകത്ത് നെയ്യാർ ഡാമിൻ്റെ ഷട്ടർ തുറന്നു. ഇപ്പം മരം മണ്ഡപത്തിൻ കടവിൽ നിന്ന് ചാഞ്ഞു. അപ്പോൾ ഏകദേശം നദിയോടെ വീഴത്തക്കവണായി. കുരുവി നാടൻ ഭാഷയിൽ പറഞ്ഞു, ചേട്ടാ, ഈ മരം എപ്പോഴായാലും വീഴാൻ സാധ്യത, താങ്കൾ ഒരു സങ്കേത സ്ഥാനം കണ്ടുപിടിക്കണം. കുരങ്ങൻ കുരുവിയോട് ചോദിച്ചു, കുഞ്ഞേ, ഈ മരം വീണാൽ നീ എവിടെ പോകും? കുരുവി പേശുകരുത്, എനിക്ക് ചിറകരിക്കത്. തമിഴ് പറഞ്ഞാൽ എനിക്ക് റക്കിരിക്കത്, ഞാൻ പറന്നു പോകും. മനസ്സിലാകുന്നവർക്ക് ആ പ്രളയം
ഒക്കെ കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പെരുമഴ, യെല്ലോയും മാംഗോയും. നെയ്യാറിലെ പ്രിയപ്പെട്ടവർ കൊടപ്പനക്കുന്നി കളക്ടറെ ഒന്നും വിളിച്ചില്ല. അവർക്ക് പിടികിട്ടി ഡാമും പൊത്തുപോകുന്നു. ആരും അറിയാതെ 7 മണിക്ക് 3 ഷട്ടർ ഒറ്റ തുറപ്പ്. സ്വോത്രം. 4 മിനിറ്റ് കൊണ്ട് വെള്ളം മണ്ഡപത്തിൻ കടവിലെത്തി. മനസ്സിലാകുന്നവർക്കായി 7 മണിക്ക് കുരങ്ങൻ്റെ വീട്ടിൽ ബിയറും കുടിച്ച് അവൻ പിന്നെ അത് കഴിഞ്ഞ് സീരിയലും കണ്ടുകൊണ്ടിരിക്കുക. കുരുവയുടെ വീട്ടിൽ വന്ദനമേശു മരം വെള്ളത്തിൽ കുലുങ്ങാൻ തുടങ്ങി. കുരങ്ങൻ മൂടോടെ മരത്തോടെ താഴെ പരിശുദ്ധാത്മാവിൻ്റെ ചിറകുള്ള കുരുവി മരം കുലുങ്ങുന്നതിന് മുമ്പ് നിത്യ വീട്ടിലേക്ക് യാത്രയായി. കരമുയർത്തുന്നവർക്കായി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു. അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞെങ്കിൽ കാലം ഇനി അധികമില്ല. കാന്തൻ്റെ വരവടുത്തുപോയി. ഈ ലോകമാകുന്ന ഗംഭീരമാരുതി തീരാൻ കാലമായി. അതിനു മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ യേശു മടങ്ങി വരാറായി. കള്ളിമൂടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ട് ക്രൂശിലേക്ക് മടങ്ങി വരാം. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു. എല്ലാ അമ്മമാരും അച്ചായമാരും ഇത് കേൾക്കണം. ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു. പാടുന്ന കുഞ്ഞുങ്ങളും റെഡിയായിക്കോണം. ഗോൽഗോഥായിൽ പരമയാഗമായി. മനസ്സിലാക്കും മക്കള്, 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. അവനെ ക്രൂശിക്കാൻ കൊണ്ട് പച്ച പൈൻമരത്തിൻ്റെ ക്രൂശുമായി അവൻ യാത്രയാണ്. വെച്ച് പോകുന്ന യേശുവിൻ്റെ ക്രൂശീകരണം നടക്കണം. 33.5 തിരുവയസ്സുള്ള യേശുവിൻ്റെ തോളിൽ ഒരു പച്ച പൈൻമരത്തിൻ്റെ ലംബം തിരച്ചീന്. ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. മക്കളെ, ആ യാത്ര പോയപ്പോൾ തക്ക സമയത്ത് ക്രൂശീകരണം നടക്കണം. ഇതാ എൻ്റെ പ്രസംഗം. കർത്താവിൻ്റെ വരവ് നിൽക്കട്ടെ. ആരാ? കുറേനക്കാരനായ സീമോൻ വരുന്നു. പടയാളി പെരിട്ടോണിയസ് വാൾ അല്ല, അവൻ്റെ കയ്യിലിരുന്ന് ഈയക്കട്ടയും വാളച്ചൂണ്ടേ കറക്കി ഈ ക്രൂശ് ചുമക്കണം. ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. അയ്യോ, ഇത് ഞാൻ ചുമക്കത്തില്ല. അവൻ എന്തിനാ ചുമന്നറിയാം? അടിയെ പേടിച്ചാ ചുമന്നത്. ഇതാ എൻ്റെ പ്രസംഗം. ഇന്നത്തെ ആദ്യ ദിവസം ഇത് കേട്ടോണ്ടേ എഴുന്നേൽക്കാവൂ. അവൻ പേടിച്ച്, അടിയെ പേടിച്ച് ചുട്ടിത്തോർത്തിനകത്ത് പാടത്തിനകത്ത് പണി ചെയ്ത് വന്ന കൃഷിക്കാർ ചുട്ടിത്തോർത്തിൽ അന്നത്തെ വേലക്കൂലിയുമായി കുറേനക്കാരൻ്റെ ക്രൂശങ്ങ് ചുമന്നു. മക്കളെ, യേശു ഉയരമുള്ളവൻ, കുറേനക്കാരൻ പൊക്കം കുറഞ്ഞവൻ. പൈൻമരത്തിൽ കൂടെ രക്തമൊഴുകി. നമ്മുടെ ഈരാലിമൂട്ട് IPCയിൽ മേളിലിരിക്കുന്ന ടാങ്കിൽ നിന്ന് പെയ്ത്തോമി താഴെ വെള്ളം ഇറങ്ങുന്നത് പോലെ രക്തം പൈൻമരത്തിൽ കൂടെ കുറേനക്കാരൻ്റെ ശരീരത്തിനകത്ത് ഉറങ്ങിയപ്പോൾ കനാൻ എന്ന് ലൈവ് കൊടുക്കുന്നുള്ള സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. ആരാ എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് ചുമക്കുന്നത്? ലൈവ് കൊടുക്കാൻ പറഞ്ഞു. കുറേനക്കാരനായ ശീമോൻ അവൻ വീടൊന്ന് കാണിക്കാൻ പറഞ്ഞു. ചെമ്പൂരിൽ ഏതോ ഒരു ഗ്രാമം, അതിനകത്തൊരു കൊച്ചോലപ്പുര, 2 കുഞ്ഞുങ്ങൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണ് വാരി കളിക്കുന്നു. കേൾക്കണം അമ്മ, ഇത് സ്വർഗം പറഞ്ഞ, അയ്യോ എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് ചുമന്ന വീടല്ലേ, ആ കുഞ്ഞുങ്ങളുടെ ഭാവി എഴുതിയാട്ടെ. സ്വർഗം പേന എടുത്തെഴുതി ക്രൂശ് ചുമന്നവൻ്റെ മകന് ക്രൂശിൻ്റെ വചനം പ്രസംഗിപ്പാൻ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുക. ഇതാ വചനം. അവനെ ആരാ പീലാത്തോസിന്റെ അരമനയിൽ എഴുതിയ ആ കസേര ഗവർണറായിട്ട് അടുത്തവന് മാറണം. ഇന്ന് രാത്രി പ്രസംഗം കേൾക്കണം. ക്രൂശീകരണം കഴിഞ്ഞ് യേശു ഇതൊന്നും അറിഞ്ഞില്ല. കുറേനക്കാരൻ വേച്ചു വീട്ടിൽ വന്നു. ഒലപ്പരയാ. അമ്മമ്മ ലൈബോയ് കൊടുത്തു. മനുഷ്യ, നാടൻ ഭാഷ നമുക്ക് ഇംഗ്ലീഷ് വേണ്ട. ശരീരം ഒന്ന് കഴുകിയിട്ട് വരാൻ. പുറം കഴുകിയിട്ട് വന്നു. മണം മാറുന്നില്ല. രണ്ടാമത് അമ്മ പറഞ്ഞു, മനുഷ്യ നിങ്ങളുടെ ശരീരത്തിലെ മണം മാറുന്നില്ല, ഒന്നുകൂടെ പോയി കുളിച്ചിട്ട് വാ. കുളിച്ചു. സഹോദരി, അച്ചായ മണം മാറുന്നില്ല. മൂന്നാമത് പോയി കുളിച്ചു, മണം മാറുന്നില്ല. ലൈബോയ് വെച്ചിട്ട് കുറേനക്കാരനായ ശിവൻ പറഞ്ഞു, എന്നും നീ ലൈബോയ് തരുമ്പോൾ ഞാൻ ചേറിൻ്റെ മണമ കുളിക്കുമ്പോൾ മാറും. ഇന്ന് അടിയെ പേടിച്ച് ഒരുവൻ്റെ ക്രൂശ് ഞാൻ ചുമന്നു. എൻ്റെ ശരീരത്തിൽ അവൻ്റെ രക്തമൊഴുകി. എത്ര ലൈബോയ് തേച്ചാലും ഇതിൻ്റെ മണം മാറത്തില്ല. കരമുയർത്തുന്നവർക്ക് എന്ന വിലയേറിയ രക്തത്തിൻ്റെ ശക്തി ആ വീട്ടിനകത്തിറങ്ങിയോ. കുറേനക്കാരൻ്റെ മകൻ ആരായി? പീലാത്തോസ് ഇരുന്ന കസേരയ്ക്കകത്ത് അലക്സാണ്ടർ ഗവർണറായി. മമേ, ഇതാ വചനം. എന്താ വചനം? റോമിനകത്തൊരു കൺവെൻഷൻ, ഒരു പാവപ്പെട്ട കറുത്ത അമ്മച്ചി അവിടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞു, എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിന്റെ അമ്മയ്ക്കും വന്ദനം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, വചനം ഏറ്റെടുക്കുന്നവർക്ക്, ക്രൂശിന്റെ സന്ദേശം പറയുന്നവർക്ക് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുവാൻ. ഇതാ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. മക്കളെ,
ചെമ്പൂരിനകത്ത് ഒരു കുടുംബത്തിൽ ഒരു കൂലിവേലക്കാരൻ്റെ മകൻ കളക്ടറാവോ ആവും തിരുവചനം ഇറങ്ങിയാൽ. മനസ്സിലാകുന്നവർക്ക് ഒരു കൂലിപ്പണിക്കാരൻ്റെ മകൻ റോമന്റെ അല്ല ലോകത്തിന്റെ മിഷണറി ആവോ ഈ വചനം ചുമന്നാൽ. ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, കരമുയർത്തുന്നവർക്കായി. എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ അത് ദൈവശക്തി. ഇന്ന് രാത്രി സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് കളക്ടർ വരണോ? ഈ വചനം ചുമക്കാം. അച്ഛാ, വീട്ടിനകത്ത് ഒരു മിഷണറി വരണോ? ആ രക്തത്തിന്റെ ശക്തി നിന്റെ കുടിലിനകത്ത് ഇറങ്ങിയ നിന്റെ തലമുറകളെ വഴി നടത്തുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഒരു രാത്രി കൂടി, നാളെ കിടന്നുറങ്ങിയിട്ട്, ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ എഴുന്നേക്കത്തോളൂ. സ്വോത്രം. ആർക്കും ഉറപ്പില്ല. 40കാരൻ പോലും കോവിഡിനകത്ത് വീഴുന്നു. ഇന്ന് രാത്രി ഈ രാൽമൂടെ കള്ളിമൂടെ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മൃത്യു. ഇന്ന് രാത്രി മരണം നിങ്ങളെ പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. കല്ലറയുടെ അപ്പുറത്ത് മാടി വിളിക്കുക, നമ്മുടെ നാഥൻ വരാറായി.